ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. നമ്മൾ എല്ലാവർക്കും തന്നെ റോസാപ്പൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കടകളിലും അതുപോലെ തന്നെ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ റോസാപ്പൂ കളറായിട്ട് കാണുമ്പോൾ ഒരു കൊതി വരും. അപ്പം നമ്മൾ അത് എല്ലാം തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചിട്ട് വെക്കും. അപ്പം അത് നല്ല രീതിയിൽ തന്നെ പൂക്കുകയും ചെയ്യും. പിന്നെ എന്താവും, ആ പൂക്കുന്നത് അങ്ങനെ നിൽക്കും. പിന്നെ പതിയെ ആ ചെടി വാടി ആ ചെടി തന്നെ ഇല്ലാതായി പോകും. പിന്നെയും വാങ്ങിച്ചു വെക്കും, പിന്നെയും ഇതുപോലെ തന്നെ സംഭവിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് പോകും. ഇനി നമ്മൾ ഒരിക്കലും ഈ റോസാപ്പൂ വാങ്ങിച്ച് വയ്ക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിൽക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അധികം കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന കുറേ ഇനങ്ങളുണ്ട് ഈ റോസാപ്പൂവിൽ. അപ്പം നഴ്സറിക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അവർ അങ്ങനെ തരികയും ചെയ്യും. അങ്ങനെ ഒരു റോസാണ് ഇപ്പം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് മിനി റോസ് അഥവാ ബട്ടൺ റോസ് എന്ന് പറയും. പിന്നെ അധികം കുറേ ടൈപ്പൊക്കെ പേരുണ്ടാവും, അതൊന്നും അറിയില്ല എനിക്ക്. ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് എനിക്ക് അറിയുന്നത്, അതാണ് നിങ്ങളോട് പങ്കുവെക്കുന്നതും. നമ്മൾ ഈ ടൈപ്പോ അല്ലെങ്കിൽ ഏത് ടൈപ്പും നമ്മൾ റോസാ ചെടികളിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. അത് മാത്രം ഇതിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് റോസാ ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ പൂത്ത് വരുമ്പോൾ അത് നല്ല ഇങ്ങനെ വിടർന്ന് വരുമ്പോൾ കുറേ ദിവസം നിർത്തരുത്. പൂക്കൾ വിടർന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അതെല്ലാം കട്ടാക്കി കളയണം. അപ്പോൾ മാത്രമേ നമുക്ക് പുതിയ തളിരുകൾ വരും. അത് പുതിയ തളിരുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കുറേ മൊട്ടുകൾ പിന്നെയും വരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ കണ്ടോ, എന്ത് രസം, കുഞ്ഞു പൂക്കളാണ്, പക്ഷെ നിറച്ച് പൂക്കുകയും ചെയ്യും. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് നിലത്തിൽ നട്ടു കൊടുത്തു. നമ്മൾ ആ നിലത്ത് നട്ടുകൊടുത്ത സ്ഥലം എങ്ങനെയെന്ന് വെച്ചാൽ, റോഡിലേക്ക് കൂടി ഒഴുകി വരുന്ന എല്ലാ മഴവെള്ളം അതിലേ കൂടിയാണ് പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച എല്ലാ തൈകളും പതിയെ അഴുകിപ്പോയി. അപ്പം നമ്മൾ വിചാരിച്ചു ഈ തൈ നഷ്ടപ്പെടും എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ അത് ചെറിയ ഒരു കട്ടിങ്സ് എടുത്ത് ആദ്യം പിടിപ്പിച്ച് നട്ട് കൊടുത്ത തൈയാണ് ഇത്. അതും ഞാൻ കാണിക്കാം പിന്നെ ഒരു വീഡിയോയിൽ. അങ്ങനെ ഇപ്പോൾ കണ്ടോ, ആ പൂക്കൾ എല്ലാം തന്നെ ആദ്യമായിട്ട് ഞാൻ കട്ടാക്കി കൊടുത്ത ശേഷം ഇങ്ങനെ തുളിറുകളും വന്നിട്ടുണ്ട്. കണ്ടോ, എത്ര വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിലും തന്നെ നമുക്ക് ഈ പുതിയ തളിരുകൾ വന്ന എല്ലാ സ്ഥലത്തിലും തന്നെ തീർച്ചയായും നമുക്ക് എന്ത് കിട്ടും, മുട്ടുകൾ പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെ കട്ടാക്കി കൊടുക്കണം എന്ന്. അതുപോലെ തന്നെ ഈ മിനി റോസിൽ നമുക്ക് അധിക കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ പഴുത്തതോ കേടായതെല്ലാം ഒന്ന് കട്ടാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു 4-5 മണിക്കൂർ, ഒരു 6 മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടണം. സൂര്യപ്രകാശം ലഭിച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നല്ല ഇപ്പം തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നല്ല ആരോഗ്യമായിട്ട് ഈ ചെടി വളരും. പക്ഷേ അതിൽ ഒരു പൂവുകളും പിടിക്കില്ല. ഏത് പൂവിൻ്റെ തൈക്കും സൂര്യപ്രകാശം ആവശ്യമാണ്, അത്യാവശ്യം കൂടിയാണ്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും വേപ്പൻ പിണ്ണാക്കും കമ്പോസ്റ്റ് ഇതെല്ലാം തന്നെ നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. റോസാ ചെടി നമ്മളിപ്പോൾ ഇല്ലേ, ഈ വെളുത്തുള്ളിയും ഉള്ളി അതെല്ലാം നമ്മൾ മുറിക്കുന്നില്ലേ, അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം കൊണ്ടുവന്നിട്ട് മുട്ടത്തോടൽ, ചായച്ചണ്ടി എല്ലാവർക്കും അറിയുന്ന കാര്യം. റോസാ ചെടി നമ്മൾ ചെറുപ്പം തൊട്ടേ ആ രീതിയിലാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അത് നേരിട്ടും നമുക്ക് വേരിൻ്റെ അടുത്ത് ഇടാതെ സൈഡിലേക്ക് കൂടി ഇട്ട് കൊടുക്കാം, മണ്ണിളക്കി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ കമ്പോസ്റ്റായിട്ട് ചെയ്തിട്ടും നമ്മൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സാക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ സീസണിലും നമുക്ക് ഇങ്ങനെ പൂക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ റോസ് വാങ്ങിച്ചെങ്കിൽ ചെടിച്ചട്ടി സ്ഥലമില്ലാത്തവർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോ ബാഗിലൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നിലത്തിലും വെക്കാവുന്നതാണ്. ഇങ്ങനെ വാടിയ പൂക്കളൊക്കെ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മുറിച്ച് കളയണം. അപ്പം മാത്രമേ പുതിയ തുളിരുകൾ വരും. ഇതിൽ കളറ് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് ചുവപ്പ്, പിങ്ക്, മഞ്ഞ, വെള്ള അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഒരു ചെമ്പരത്തിൻ്റെ തൈ ഉണ്ട്, അത് മാറ്റി നടണം. ഒരിക്കലും ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ 2-3 തൈ വെക്കാൻ പാടില്ല. എനിക്ക് ഒരു കമ്പ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പിന്നെ നടാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ ചെമ്പരത്തിൻ്റെ ഒരു കമ്പ് അവിടെ വെറുതെ കുത്തി കൊടുത്തതാണ്. അത് നല്ല ഉഷാറായിട്ട് വന്ന് അത് മാറ്റി നടാനായിട്ട് ഒരു സമയം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. കണ്ടോ, ഇപ്പോൾ
ഞാൻ ഓരോരോ സ്റ്റേജിലും നിങ്ങൾക്ക് കാണിക്കാം ഈ പൂവിനെ. ഇതിലെല്ലാം തന്നെ കണ്ടോ, ഇത് പിന്നെ ഓരോരോ ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബട്ടൺ റോസ്, മിനി റോസ് എന്ന് പറയുന്നതില്ലേ കുറേ ടൈപ്പ്, കുറേ ഇനങ്ങളും ഉണ്ട്. അതിൻ്റെ പേരും ഡിഫറൻസ് ഉണ്ട്. കുറേ ടൈപ്പ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ, അതെല്ലാം തന്നെ നിറച്ച് പൂക്കുകയും ചെയ്യും. നിങ്ങൾ നഴ്സറിക്കാരോട് ചോദിച്ചിട്ട് വാങ്ങുക. ഇപ്പോൾ ഈ തുളിരിലെല്ലാം തന്നെ നല്ലോണം ശ്രദ്ധിച്ച് കാണുമ്പോൾ മനസ്സിലാവും കുറേ മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് പിന്നെ എടുത്ത വീഡിയോ ആണ്. ആ പൂ നല്ലോണം വിടർന്നിട്ടുണ്ട് കണ്ടോ. നേരത്തെ മൊട്ടായിട്ടുണ്ടായിരുന്നു, ഇപ്പം നല്ല വിടർന്ന്. ഞാൻ ആ പൂ കട്ടാക്കാതെ തന്നെ കാണിക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും അതേ ആ ദിവസം എടുത്ത വീഡിയോ. അല്ലെങ്കിൽ ചില ആൾക്കാർ വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പൂവും കട്ടാക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എടുത്ത വീഡിയോ ആണ്. ഈ പൂച്ചക്കുഞ്ഞ് കുറേ സമയം എന്തോ ഒന്നിനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഞാൻ ഇതെന്തപ്പം അങ്ങനെ പതുങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ആരോ ഒരു പുതിയ കൂട്ടുകാരൻ ഇങ്ങോട്ട് പോയപ്പോൾ അത് പേടിച്ചിട്ടാണ് ഉള്ളത്. വേറെ ഒരു പൂച്ചക്കുഞ്ഞുണ്ട് നമ്മളിവിടെ. ഈ പൂച്ചേൻ്റെ കുഞ്ഞ് അത് കണ്ടോ, ആ ഗേറ്റിൻ്റെ അവിടെ ഒളിച്ച് കിടപ്പുണ്ട്. അത് അങ്ങോട്ട് പോയ ശേഷം ഇത് ഓടാനായിരിക്കും. അപ്പം ഞാൻ മെല്ലെ ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് കണ്ടോ. എത്ര പേടിയാണ് ഇതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത വീഡിയോ ആണ്. നമ്മൾ നേരത്തെ കാണിച്ച തുളിറുകൾ എല്ലാം തന്നെ മൊട്ടായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ. ഇതിന് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പഴത്തിൻ്റെ തൊളിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ കുതിർത്തിട്ട് വെള്ളം നല്ല ചൂട് സമയത്ത് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം, അരി, പരിപ്പ് അതെല്ലാം കഴുകിയ, പച്ചക്കറി കഴുകിയ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വെള്ളം കലർത്തിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ ഇങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ഇത്ര മാത്രമാണ് ഞാൻ ഇതിൽ ശ്രദ്ധിക്കാറുള്ളത്. കഞ്ഞിവെള്ളമാണെങ്കിൽ നമ്മൾ ഇന്ന് കഞ്ഞിവെള്ളം വാർത്തതാണെങ്കിൽ വെച്ചിട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ വെച്ച് പുളിച്ച ശേഷം നിങ്ങൾ കുറച്ച് വെള്ളം കലർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് നല്ലത്. അന്നത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ വേറെ എന്ത് ഇതിൽ ഇട്ട് കൊടുത്താലും നിങ്ങളോട് തീർച്ചയായിട്ടും പങ്കുവെക്കും. ഇതുവരെ തോറ്റുപോയവർ, അതായത് സക്സസ് ആയിട്ടില്ല റോസാച്ചെടി വളർത്തിയിട്ടെന്ന് വിചാരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ചെടി വളർത്താൻ താല്പര്യമുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഈ പൂവ് വിടർന്ന് കഴിയുമ്പോൾ അതും തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവെക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഈ പൂവ് വിട്ട് വെച്ചെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ടാക്കി കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ വിടർന്ന് കഴിയുമ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ റോസാപ്പൂവുണ്ട്, എന്തൊക്കെ പൂക്കളുണ്ട്, അതിലൊക്കെ എന്തൊക്കെ കൊടുക്കുന്നു മറക്കാതെ അറിയിക്കുക. അപ്പം നമുക്കും അത് പഠിക്കാമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക്